മഹാരാഷ്ട്രയിൽ അടിച്ചു പിരിഞ്ഞ് ഇന്ത്യ. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും. രാജ് താക്കറയെ ഒപ്പം കൂട്ടാനുള്ള ഉദ്ധവ് താക്കറെയുടെ നീക്കമാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. തങ്ങളുമായി കൂടിയാലോചന നടത്തിയില്ല എന്ന് കോൺഗ്രസ്. ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഉദ്ധവ് താക്കറെ രാജ് താക്കറെ കൂട്ടിക്കെട്ട് അല്ലെങ്കിൽ അവർ ഒരുമിച്ച് മുന്നേറാനുള്ള ഒരു നീക്കം നടക്കുമ്പോൾ ആ ഒരു നീക്കം തങ്ങളെ അറിയിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിലാണല്ലോ കോൺഗ്രസ് ഇപ്പോൾ അവരിൽ നിന്നും എന്തായാലും മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം ഇത്തരത്തിൽ അടിച്ചു പിരിയുമ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നുള്ള നിലപാടിലേക്ക് കൂടി എത്തിച്ചേർന്നിരിക്കുകയാണോ? രോഹിണി, ഒരിക്കൽ പുലിക്കുട്ടികൾ എന്നറിയപ്പെട്ടിരുന്നവരാണ് താക്കറെ സഹോദരന്മാർ. ഇന്ന് പൂച്ചക്കുട്ടികളായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ താക്കറെ ഗ്യാങ്. പക്ഷേ അവസാന വട്ട പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഈ താക്കറെ സഹോദരന്മാർ, ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും. നിലവിലിപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇരുവരും ചേർന്ന് ഈ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നു. അതനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായും ഈ മഹാവികാസ് അഘാടി സഖ്യത്തിലെ കോൺഗ്രസ് ഈ വിവരം അറിയേണ്ടതായിരുന്നു. NCP ഇത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അവർക്ക് ഈ പൂനെ ബെൽറ്റിലാണ് കൂടുതൽ സ്വാധീനമുള്ളത്. ഈ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് 1-2 സീറ്റുകളിലൊക്കെ മാത്രമായി സ്വാധീനം ഒതുങ്ങും. പക്ഷേ കോൺഗ്രസ് ഇതൊന്നും തന്നെ അറിഞ്ഞില്ല, കോൺഗ്രസുമായി കൂടിയാലോചന നടത്തിയില്ല എന്നതാണ് ഒന്നാമത്തെ പരാതി. ഇനി രണ്ടാമത്തെ പരാതി എന്ന് പറയുന്നത് ഈ രാജ് താക്കറെ പോലെയുള്ള ഒരു കൊടും വർഗീയവാദിയെ ഈ മഹാവികാസ് അഘാടി സഖ്യത്തിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. തങ്ങളുടെ മുസ്ലിം വോട്ട് നഷ്ടപ്പെടും എന്നവർ ഭയപ്പെടുകയും ചെയ്യുന്നു. ഈ രാജ് താക്കറെ വലിയ തോതിൽ വിഭാഗീയ ചിന്തകൾ വളർത്തിയ ആളാണ് എന്നും ഈ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ രാജ് താക്കറയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കവും അനുവദിക്കാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. അതിനാൽ ഈ മഹാവികാസ് അഘാഡിയിൽ ചേർന്ന് മത്സരിക്കാതെ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചാണ് അത് തിരിച്ചടി കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം തന്നെ ഈ താക്കറെ ഗ്യാങ് അവർക്കും അത് സ്വാഭാവികമായ തിരിച്ചടി ഉണ്ടാക്കും. കോൺഗ്രസ് താക്കറെ ഗ്യാങ്ങിനൊപ്പം നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി നേട്ടം അവർക്കുണ്ടായേനെ. പണ്ടേ ദുർബല പോരെങ്കിൽ ഗർഭിണി എന്ന രീതിയിലേക്ക്, എന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരും. ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ